അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷിയുടെ ആത്മഹത്യയിൽ കൊല്ലം കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, അഭിഭാഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പിന്നിൽ പ്രവർത്തിച്ചവർ അവരിൽ പലരും ഇപ്പോൾ ഡ്യൂട്ടിയിലേക്ക് എത്തുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഷേധം എങ്ങനെ പോകുന്നു, ദിലീപ്? സുജിയ, ഒരു APP പരവൂർ കോടതിയിലെ APPയും കൊല്ലത്തെ DPPക്കും എതിരെയാണ് DDPക്കും എതിരെയാണ് ഈ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അനീഷയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഈ രണ്ട് പേരുടെയും പേരുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 19 പേജുള്ള ആത്മഹത്യക്കുറിപ്പിലായിരുന്നു ഇവരുടെ രണ്ട് പേരുടെയും പേരുകൾ പരാമർശിച്ചിരിക്കുന്നത്. ഇവരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം ബാർ അസോസിയേഷൻ ഇന്നലെ തീരുമാനമെടുത്തത്. ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കോടതി നടപടികളടക്കം നിർത്തിവെച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. നാളെ മുതൽ മറ്റൊരു രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, 3 ദിവസം വിട്ടു അനീഷയുടെ മരണം കഴിഞ്ഞിട്ട് 3 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ പോലീസ് കേസ് പോലും എടുത്തില്ല. അതായത് ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായിട്ട് ഈ APPയെയും DDPയെയും കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു തരത്തിലും പോലീസ് കേസെടുത്ത് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് മതിയായ തെളിവുകൾ ലഭിച്ച ശേഷം കേസെടുക്കാമെന്നാണ് പറയുന്നത്. ഇത് ജഡ്ജിയുടെ ഭാര്യയാണ്, APPയാണ് മരിച്ചത്. അഭിഭാഷകർ ഒന്നടക്കം പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതിയായ രേഖകളെല്ലാം തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം മാത്രമേ കേസെടുക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതിൽ കേസ് മറ്റു രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ട് DDPയെ തന്നെയാണ് നിയോഗിച്ചത്. പക്ഷേ അഭിഭാഷകർ പറയുന്നത് ഒരു DDP മറ്റൊരു DDPയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിൽ വ്യക്തമായ അല്ലെങ്കിൽ സത്യമായ ഒരു റിപ്പോർട്ട് ലഭിക്കില്ല. അതുകൊണ്ട് ഈ കേസ് DGP തന്നെ അന്വേഷിക്കണമെന്നും അഭിഭാഷകർ പറയുന്നുണ്ട്. കൊല്ലം കോടതിയിലെ ഈ അഭിഭാഷക ആയിരുന്നു അനീഷ. അവിടെ നിന്ന് വലിയ സുഹൃത്തുക്കളുടെ ഒരു വലയമുണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കൾക്കായിരുന്നു 5 ഓഡിയോ ക്ലിപ്പുകൾ അയച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഈ കുറ്റക്കാരായ APPയെയും DDPയെയും സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നാളെ മുതൽ അവർ ഓഫീസിൽ വരികയാണ്, കോടതിയിൽ വരികയാണ് എങ്കിൽ അവരെ ബഹിഷ്കരിക്കാൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. കൂടാതെ ഈ അന്വേഷണം നിലച്ചപ്പോൾ തന്നെ, അന്വേഷണം മന്ദഗതിയിലായപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. എന്തായാലും ഈ മതിയായ തെളിവുകൾ ശേഖരിച്ച ശേഷം കേസെടുക്കുമെന്ന് പറയുന്ന പോലീസ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കത്തുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇനിയിപ്പോൾ ഒരു കേസ് ഒന്നും കൂടെ ടൈറ്റാകാനുള്ള സാധ്യതയുണ്ട്. കേസ് കൂടുതൽ ശക്തമാകുകയും ചെയ്യും. പ്രതികൾക്കെതിരെ വകുപ്പുകൾ ചുമത്തി, അതായത് പ്രേരണ കുറ്റം വകുപ്പുകൾ അടക്കം ചുമത്തി കേസെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സുജിയ. ദിലീപ് ദേവസ്യയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.